നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സത്യം കേൾക്കാൻ റെഡിയായിക്കോളൂ. ഭക്ഷണത്തിലെ കൊഴുപ്പ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അത് ഹൃദയത്തിനും ശരീരത്തിനും ഒരുപാട് റിസ്ക് ഉണ്ടാകും. എല്ലാവരും വിചാരിക്കുക കൊഴുപ്പ് എന്തോ കേടുള്ള സാധനമാണ്. അത് ശരിയാണ്? അല്ല. നമുക്ക് നോക്കാം. ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനത്തിന് കൊഴുപ്പും ഫാറ്റും വളരെ വളരെ അത്യാവശ്യമാണ്. ഹോർമോണുകൾ ഉണ്ടാക്കുന്നതിന്, ശരീരത്തിലെ കോശങ്ങളുടെ ഭിത്തികളുടെ പ്രവർത്തനത്തിന്, ഭക്ഷണത്തിന്റെ ആഗിരണത്തിന്, ശരീരത്തിലെ മെറ്റബോളിക് ഹെൽത്തിന്, വിശപ്പിന്റെ നിയന്ത്രണത്തിന് തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഫാറ്റ് അത്യന്താപേക്ഷിതമാണ്. കൊഴുപ്പിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്ന് വെച്ചാൽ ഫാറ്റ് ഫ്രീ ഡയറ്റ് എന്തോ വലിയ നല്ലതാണ്, കോഴിമുട്ട കേടാണ്, ബട്ടറും നെയ്യും കഴിച്ചാൽ രക്തക്കൊഴലിൽ ബ്ലോക്ക് വരും, വെളിച്ചെണ്ണ എപ്പോഴും കേടാണ്, ഭക്ഷണത്തിലെ കൊഴുപ്പിൽ നിന്നാണ് ബ്ലഡിൽ കൊളസ്ട്രോൾ ഉണ്ടാവുന്നത്. ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം നിലനിർത്തണമെങ്കിൽ ഹൃദയത്തിന് ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ ആവശ്യമുണ്ട്. പലപ്പോഴും മിടിപ്പിന്റെ താളം തെറ്റൽ വരെ ഇതുകൊണ്ട് സംഭവിക്കാം. മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്ന ഒരു ഭക്ഷണക്രമമുണ്ട്. ഇതിന് ഒരുപാട് വെർജിൻ ഒലീവ് ഓയിൽ ഉണ്ട്. ഈ ഡയറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഹൃദ്രോഗ സാധ്യത 25% കുറവാണ്. അവക്കാഡോക്കകത്ത് ഒരുപാട് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇത് ഹൃദയത്തിന് ഒരുപാട് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാറ്റിന് വേണ്ടിയിട്ട് കാർഡിയോളജിസ്റ്റുകൾ പലപ്പോഴും അവക്കാഡോ അഡ്വൈസ് ചെയ്യാറുണ്ട്. മറുവശത്ത് നമ്മൾ കാണുന്ന എന്താണ്? സീറോ ഫാറ്റ് ഡയറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിലെ നീർക്കെട്ട് കൂടുന്നു, ട്രൈഗ്ലിസറൈഡ് കൂടുന്നു. ഇത് ഹൃദയത്തിന് കേടായിട്ട് മാറുകയാണ്. നമ്മളെല്ലാവരും അറിയേണ്ടതും ഉപയോഗിക്കേണ്ടതുമായിട്ടുള്ള ഹൃദയ സൗഹൃദമായ ചില കൊഴുപ്പുകളുണ്ട്. ഇതിൽപ്പെട്ടതാണ് മീനെണ്ണ, ചിയ സീഡ്സ്, അവക്കാഡോസ്, ഫ്ലാക്സ് സീഡ്സ്, ഡാർക്ക് ചോക്ലേറ്റ്. അതേസമയം നമ്മൾ ഒഴിവാക്കേണ്ട ചീത്ത കൊളസ്ട്രോളുകൾ, ട്രാൻസ് ഫാറ്റുകൾ, ഹൈഡ്രോജനേറ്റഡ് ഓയിൽസ്, പ്രോസസ് ചെയ്ത ഓയിലുകൾ, എണ്ണയിൽ മുക്കി പൊരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പാക്കായിട്ട് വരുന്ന സ്നാക്സുകൾ, ഫാസ്റ്റ് ഫുഡുകൾ, പ്രോസസ്ഡ് ആയിട്ട് വരുന്ന ഇറച്ചികൾ. ഫാറ്റ് വളരെ കുറഞ്ഞു ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ശരീരത്തിൽ ചില ലക്ഷണങ്ങൾ വരും. അത് കരുതിയിരിക്കണം. അവരുടെ തൊലി വരണ്ടിരിക്കും, ജോയിന്റിൽ വേദനകൾ വരും, മൂഡ് സ്വിങ്സ് വരും, ഡിപ്രഷൻ വരും, വിശപ്പ് കൂടും, മുറിവുകൾ ഉണങ്ങാനുള്ള താമസം, ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന അവസ്ഥ. എന്ന് വെച്ചാൽ ബ്രെയിന് വേണ്ട രീതിയിൽ വർക്ക് ചെയ്യാതിരിക്കുക, ഹോർമോണുകളുടെ പ്രശ്നങ്ങൾ, അതുപോലെ വിറ്റമിൻ കുറയുക. ഇതെല്ലാം കൊഴുപ്പ് കുറഞ്ഞാൽ വരുന്ന അപകടങ്ങളാണ്. അതുകൊണ്ട് ഇനി മുതൽ കൊഴുപ്പിനെയും ഫാറ്റിനെയും ഒരു ശത്രുവായിട്ട് കാണരുത്. വിവേകപൂർവ്വം കൊഴുപ്പിനെ ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ് ഫാറ്റ്.